കർത്താവ് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 46-ാം സങ്കീർത്തനത്തിലൂടെ പ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അതേ പ്രിയരെ, ചിലർ പറയാറുണ്ട്, എൻ്റെ ദുഃഖങ്ങൾ കേൾക്കാൻ ആരുമില്ല, എൻ്റെ വേദന അറിയാൻ ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, കഷ്ടങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ പ്രിയരെ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏത് വിഷയമായിക്കൊള്ളട്ടെ, മറ്റാരും സഹായിക്കാനില്ലെങ്കിലും മറ്റാരും വേദന അറിയാനില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം താങ്കളുടെ വേദനകൾ അറിയുന്നു, താങ്കളുടെ ദുഃഖങ്ങൾ അറിയുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഇനി എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതിനെല്ലാം അതിജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് വേദനിക്കുന്ന വിഷയങ്ങൾ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവിനോട് ഷെയർ ചെയ്യുക. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കാമോ? ദൈവം സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.